യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ കാണില്ല. എന്നാൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് ലോങ് ഡ്രൈവൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് ക്ഷീണം. എന്നാൽ ഈ ക്ഷീണം വെച്ച് നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും സാധിക്കത്തില്ല. അങ്ങനെ ചെയ്താലും ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഏറ്റവും വലിയൊരു സാധ്യതയാണ്. അന്നേരം ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ആമസോണിലൊന്ന് നോക്കി. ശരിക്കും ഈ ഒരു കാര്യം ചെയ്യാനുള്ളൊരു കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലോങ് ഡ്രൈവ് പോയായിരുന്നു. ഒരു 3-4 ദിവസം ഒരു ഡ്രൈവ് പോയായിരുന്നു. പിള്ളേർ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് ശരിക്കും കംഫർട്ടബിളായിട്ടൊന്ന് കിടക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി കൊടുക്കുന്നതിന് പകരം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. യെസ്, ഒരു ബെഡ് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇന്നിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG at Explore. നമുക്ക് പെട്ടെന്ന് ഈ സാധനം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് അതേ ഒന്ന് തുറക്കാം. ഇത് തുറക്കുമ്പോഴത്തേക്ക് ഇതിന് വേറെ ബോക്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിനകത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ആദ്യം തന്നെ 2 തലയാണ്. അതിലൊന്നിത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. ഒരു പമ്പ് വരുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് ഒരു മാനുവലുണ്ട്. യെസ്, കാറിൻ്റെ 12 വോൾട്ട് സോക്കറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻറ്റും ഒരു എയർ പമ്പും പിന്നെ നോസിൽസും ഉണ്ട്. അതായത് 3-4 ടൈപ്പാണ് വരുന്നത്. 3 ടൈപ്പ് വരുന്നുണ്ട്. അത് ഏത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. എനിക്കൊന്ന് ഇത് പില്ലോയ്ക്ക് ചെറുതാണെന്ന് തോന്നുന്നു, അതിനായിരിക്കും ഈ ഒരു ചെറുത് കൊടുത്തിരിക്കുന്നത്. മറ്റേ ബെഡിൽ എയർ അടിക്കാൻ വേണ്ടി വലുതാണ്. ഇത് ഡയറക്റ്റ് നമ്മളിങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഓക്കെ, നമുക്കത് ഓൺ ഓഫും ചെയ്യാം. ഏതായാലും വാഹനത്തിൽ പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാം. യെസ്, ഇതൊരു ബാഗും വരുന്നുണ്ട്. അപ്പോൾ കവർ ഞാൻ തൽക്കാലം താഴെ ഇട്ടു, പില്ലോസ് താഴെ ഇട്ടു. ഈ കവർ, ഈ ഒരു ബെഡ് നമുക്കിങ്ങനെ എടുക്കാം. യെസ്, അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ താരം. നമുക്കൊന്ന് വാഹനത്തിൽ കണക്ട് ചെയ്ത് ഒന്ന് എയർ അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇതാണ് ഇതിലോട്ട് എയർ അടിക്കുന്ന പോർഷൻ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ താഴെ ഫ്ലാറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയുള്ള പോർഷനാണ്. ഈ ഒരു പോർഷൻ നമ്മുടെ താഴോട്ടുള്ള ഭാഗം, അതായത് ഈ ഒരു പോർഷനിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോൾ സൈഡിലത്തെ പോർഷൻ കണ്ടത്. ഞാനിതിപ്പം വെറുതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഇത്രയും വരെ കയറും. ഇവിടെയാണ് നമുക്ക് എയർ അടിക്കേണ്ടത്. ഏതായാലും എയർ അടിക്കാൻ വേണ്ടിയുള്ള കണക്ഷൻസും കൂടി ഞാനൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ വാഹനത്തിൻ്റെ സിഗരറ്റ് ലൈറ്ററിലോട്ട് ഇതങ്ങ് കണക്ട് ചെയ്യുകയാണ്. ACC അഥവാ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്തിരുന്ന ഏറ്റവും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ACC ഓൺ ചെയ്താൽ മാത്രമേ ഇവിടെ പവർ വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിതിപ്പം കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കിയേക്കാം. ഇതാണ് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. നല്ല കാറ്റാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ബ്ലോറിയും ഉണ്ട്. അതായത് ഇതിനെ എയറിനെ കംപ്രസ് ചെയ്യിച്ച് ഇതിലെ പ്രഷറിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിനെ കണക്ട് ചെയ്യാം. ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. അതായത് ഇതിന് 2 വാൽവ് വരുന്നുണ്ട്. ഇത് ഫുൾ എയർ കളയാൻ വേണ്ടിയിട്ടുള്ള വാൽവും ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 വേ വാൽവും വരുന്നുണ്ട്. അതാണ് നമ്മൾ വെക്കേണ്ടത്. അതായത് ഇത് ഫുള്ള് ക്ലോസ് ചെയ്തേച്ചും ഇതിലെ എയർ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എയർ പുറത്തോട്ട് പോകുന്നതായിരിക്കത്തില്ല. കാരണം ഇതൊരു 1 വേ വാൽവാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും ഒന്ന് എയർ ഫില്ല് ചെയ്യട്ടെ. അങ്ങനെ എയറൊക്കെ അടിച്ച് കഴിഞ്ഞ് വേണ്ട ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിതെടുത്തിടുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മളെപ്പോഴും തിരിച്ചാണ് വരുന്നത്. ഓക്കെ, ഇതിങ്ങനെയാണ് വരേണ്ടത്. അതായത് ഈ ഒരു പോർഷനിൽ ആരും താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്രോഡക്റ്റ് കൂടെ വരുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇത് നേരെ താഴെ നമ്മുടെ ലെഗ് റൂമിൻ്റെ ആ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാകുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ താന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐറ്റം കൂടെ കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് എയർ ഒന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെ ഇത് ഫുള്ള് ഞാൻ എയർ ഫില്ല് ചെയ്തത് ഇതുപോലെ 2 സൈഡിലും ഇങ്ങനെയുണ്ട്. ഇത് നേരെ നമ്മുടെ താഴോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇത് ഫുള്ളിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലോട്ട് ആരും താന്നു പോകുന്നില്ല. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ഒരു ഫുൾ ബെഡാണുള്ളത്. നൈറ്റ്സായിട്ട് അടയ്ക്കാം. ഇനി ഇവിടെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു അവസരം കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് പിള്ളേരൊന്ന് ജസ്റ്റ് ഒന്ന് കിടത്തി കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ 2 പില്ലോയും കൂടെ ഉണ്ട്. ഈ 2 പില്ലോയും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് ഇൻഫ്ലേറ്റ് ചെയ്യാം. യെസ്, അപ്പം നമുക്ക് ഇതുപോലെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പിള്ളേരിങ്ങനെ കിടക്കും. രാജൻ എങ്ങനെയുണ്ട്? യെസ്, കൊള്ളാമോ? പിള്ളേർക്ക് ഇതുപോലെയൊക്കെ കളിക്കാനും ഈ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും, അങ്ങനെ ഒന്നും ബുദ്ധിമുട്ട് വരത്തില്ല. എക്സ്പ്ലോറും ദൈവത്തിരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. രാജൻ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? യെസ്. എങ്ങനെയുണ്ടാ? സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പോൾ അവൻ്റെ ഹാപ്പി. എക്സ്പ്ലോറിനെ അങ്ങോട്ട് കൊണ്ട് കിടത്തിക്കരാ അങ്ങനെ. യെസ്, അപ്പോൾ 2 പേര് ഇങ്ങനെ കിടക്കുകയാണ്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ സാധിക്കും. ഏതായാലും ഈ ഒരു കാര്യം കൊള്ളാം. അവൻ പതുക്കെ കരച്ചിൽ തുടങ്ങണം. അവൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ,
ഈ സംഗതി ഏതായാലും അടിപൊളിയാണ്. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വാഹനം ഇതുപോലെ പിള്ളേരൊക്കെ ബാക്കി കിടക്കുന്ന സമയത്താണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ബ്രേക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ചെന്ന് ഇവിടെ ചെന്ന് തട്ടത്തുള്ളൂ. എന്നാലും സേഫ് അല്ലെന്ന് ഞാൻ പറയും. ഏതായാലും സംഗതി കൊള്ളാം. പിള്ളേർക്കൊക്കെ കിടന്ന് യാത്ര ചെയ്യാൻ വളരെ സ്പീഡ് കുറച്ചാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. നമുക്കാണെങ്കിലും കിടക്കാൻ സാധിക്കും. പക്ഷേ കാലൊക്കെ ഒന്ന് മടക്കി വെച്ചായിരിക്കണമെന്ന് മാത്രം. പക്ഷേ എല്ലാം കൊണ്ട്